സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ബിഗ് ബോസ് തന്നെയാണ്. ഈ ഒരു കണ്ടന്റ് മാത്രമേ ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ. കാരണം എപ്പിസോഡ് കാണുക, കൂടുതൽ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അതിൽ. ജസ്റ്റ് നമ്മുടെ ഒപ്പീനിയൻ പറയുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഇതിനുള്ള സമയം കിട്ടുന്നുള്ളൂ. വേറെ കണ്ടന്റ് ചെയ്തു തുടങ്ങണം. ഈ ഓണം കൂടെ കഴിഞ്ഞാലേ ജസ്റ്റ് ഒന്ന് ഫ്രീ ആവുള്ളൂ. അതുവരെയും ഈ ചാനലിൽ കൂടുതലും ബിഗ് ബോസ് കണ്ടന്റ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കൂടുതലും വൈൽഡ് കാർഡ് എൻട്രികളുടെ ടാസ്ക് ചെയ്യലും, മീൻസ് അവരെ പണിപ്പുര പ്രവേശനവും അവരെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കലും അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു. കണ്ടവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് മറ്റേ ഒരു ടാസ്ക് ഒന്നായിരുന്നല്ലോ, അതായത് ചേരുംപടി ചേർക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്താണ് അവർ റാങ്ക് ചെയ്തത്. അതായത് സ്മാർട്ട് എന്ന് കാണിക്കുന്നത് എടുത്തത് എനിക്ക് തോന്നുന്നു ആര്യനെയാണെന്ന് തോന്നുന്നു. അവരെ കൺഫ്യൂഷൻ ആക്കുക. അതായത് വൈൽഡ് കാർഡ് എൻട്രി അല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കൺഫ്യൂഷൻ ആക്കുക. എങ്കിലും വൈൽഡ് കാർഡ് എൻട്രിക്ക് അതുകൊണ്ടൊരു യൂസ് ഉള്ളൂ. കാരണം അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റന്റ് ജയിച്ചാൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ നിന്ന് ഒരാൾക്ക് പണിപ്പുര പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ടാസ്ക്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം അവരെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുക. അവർക്ക് അനുയോജ്യമായിട്ടുള്ള റാങ്കിങ് ആണ് കൊടുത്ത് വെച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മേ ബി സ്മാർട്ട് എന്നൊക്കെ പറയുമ്പോൾ രേണുവിനെയൊക്കെ ആ സൈഡിൽ ഇരുത്തിയിരുന്നെങ്കിൽ അവർ കൺഫ്യൂഷൻ ആയി പോയത്. സ്മാർട്ട് അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു കാരണവശാലും അത് പറയത്തുമില്ലായിരുന്നു രേണുവിനൊക്കെയാണ് വെച്ചതെങ്കിൽ. അതുപോലെ ബുദ്ധിശാലികൾ അനീഷിനെങ്ങാണ്ടാണ് വെച്ചതെന്ന് തോന്നുന്നു. അതൊക്കെ മാറ്റി വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനീഷാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നെങ്കിൽ ഈ 5 പേർക്കും സുഖമായിട്ട് പണിപ്പുര പോകാമായിരുന്നു. അതിൽ ഏതോ 2 ഉത്തരവ് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അതിലൊന്ന് മസ്താനിയും ഒന്ന് മറ്റേ ആ പുള്ളിക്കാരേതാ മാർക്കറ്റിംഗ് മല്ലു, ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. ആ പുള്ളിക്കാരൻ 2 പേരും ഔട്ടായിട്ടുണ്ട്. ആ 2 പേരും സുഖമായിട്ട് അവർക്ക് ആ പണിപ്പുര ടാസ്കിൽ പോകാമായിരുന്നു. അതായത് കൺഫ്യൂഷൻ ആക്കിയിരുന്നെങ്കിൽ. അവർ ഏതാണോ അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് കറക്റ്റ് അവരുടെ റാങ്കിങ്ങിന് കൊടുക്കുകയും ചെയ്തു. അത് കുറച്ചുകൂടെ ഈസി ആക്കും അവരെ. അത് എനിക്ക് തോന്നിയൊരു ഒപ്പീനിയനാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ എന്തുവാ, ജയിലിൽ അടയ്ക്കുമല്ലോ ഗിസേലിനും അനുമോളെ. ശരിക്കും പറഞ്ഞാൽ ഗിസേലും അനുമോളിനെ ജയിലിൽ അടയ്ക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർ തമ്മിൽ സംസാരിക്കട്ടെ. ഇത് എല്ലാവരും കൂടെ ആ ജയിലിൻ്റെ അവിടെ പോയിരുന്ന് ആ പ്രശ്നങ്ങൾ വഷളാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ആ മറ്റേ റണ ഫാത്തിമ എന്നല്ലേ പേര്, ആ പെങ്കൊച്ച് അവിടെ ചെന്നിരുന്ന് ചുമ്മാ അനുമോളെ ചൊറിയലാണ് ജോലി. ഞാൻ ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. അവിടെ 2 പേരെ ജയിലിൽ അടയ്ക്കുന്ന എന്തിനാണ്? അവർക്ക് തമ്മിൽ സംസാരിക്കാനാണ്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർക്കട്ടെ. ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയിലിൽ അടയ്ക്കേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും പുറത്തിരുന്ന് സംസാരിച്ചാൽ പോലെ. എല്ലാവരും അതിനെ മൂട്ടിപ്പോയിരുന്ന് ഒന്നീ ഇസ്രയേലിനെ ചൊരിയും, അല്ലെങ്കിൽ നമ്മുടെ എന്താ അനുമോള്. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചൊരിയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ അനുമോളും ശൈത്യയും അവർ തമ്മിൽ അടിയാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉറപ്പാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. നല്ല വഴക്കായിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ കാലം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഫ്രണ്ട്സായിരുന്നു. അനുമോളുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് അനുമോളിൻ്റെ അടുത്ത് നമ്മൾ കണ്ടതാണ്, മസ്താനി പോയി പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അനുമോൾക്ക് കൊണ്ട് ട്രിഗറായി. ഈ ഒരു കാര്യം ഡയറക്റ്റായിട്ട് പോയിട്ട് ശൈത്യയുടെ അടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര വലിയ പ്രശ്നമാവില്ലായിരുന്നു. പുള്ളിക്കാരി ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് മിണ്ടാതെയായി. അപ്പോൾ എന്താ, ശൈത്യയ്ക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നു. ഈഗോ ക്ലാഷ് തന്നെയാണ് അവർ തമ്മിൽ അടിയായി. നിങ്ങൾ കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അവരെന്തായാലും ഒരുപാട് കാലം പോകത്തില്ല, ഉറപ്പാവും അടിയാവുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം അനുമോള് അങ്ങോട്ട് പോയി ചോദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു പരിധി വരെ അങ്ങ് ഒഴിഞ്ഞു പോയേനെ. അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് 5 പേര് വൈൽഡ് കാർഡ് വന്നപ്പോൾ അനുവിൻ്റെ ആറ്റിറ്റ്യൂഡേ മാറിയിട്ടുണ്ട്. കൂടെ നിന്നവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല അനു. അത് നിങ്ങൾക്ക് ആ പുള്ളിക്കാരുടെ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം കൂടുതലും മസ്താനി ആയിട്ടാണ്. മസ്താനി പുറത്തു നിന്ന് ഗെയിം കണ്ടിട്ട് വന്ന ഒരാളാണ്. അനുമോക്ക് സപ്പോർട്ടുണ്ട്, ഉറപ്പായിട്ടും സപ്പോർട്ടുണ്ട്. ഞാനും വിചാരിച്ചില്ല ഇത്രയും സപ്പോർട്ട് കാണുമെന്ന് അനുമോക്ക് ഇത്രയും സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഈ വൈൽഡ് കാർഡിലെ പലരും അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അത് അനുമോൾക്കൊന്ന് ചിന്തിച്ചാൽ എന്താണ്, പുറത്തത് 5 പേര് വന്നതാണ്. അവർ എവിടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. അല്ലാതെ ഒരു രീതിയിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മസ്താനി വന്ന സമയം തൊട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും വോട്ട് കിട്ടുമെന്നറിയാം. അതൊന്നും ഈ അനുമോള് ചിന്തിക്കുന്നില്ല. വന്നവരെ എടുത്തിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്, കൂടെ നിന്നവരെ ഒഴിവാക്കിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പം നല്ലൊരു സ്വഭാവമേ അല്ല, കൂടെ നിൽക്കുന്നവരങ്ങ് ഒഴിവാക്കുന്നത്.
അപ്പം എന്തുവാ അനുമോൾക്ക് കുറച്ചുകൂടെ എന്തോ കുറേ പേര് വന്നപ്പം അനുമോൾ തന്നെ പറയുന്നുണ്ട്. അതായത് എന്തുവാ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടി. പ്രത്യേകിച്ച് ആ ജിഷിൻ എന്തിനാണെന്തോ വഴിയെ പോണ എല്ലാ വഴക്കുകളും പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസം പലരും ഇതേപോലെ, അതായത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തിട്ട് ബഹളം അങ്ങ് ഉണ്ടാകും. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു പ്രവണതയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ ജിഷിനും ഒതുങ്ങിക്കോളും. അത് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരും. അതായത് കാര്യമായിട്ട് അങ്ങ് ചോദിച്ചാൽ അവിടെ ആ പ്രശ്നം അങ്ങ് തീരും. അത് പറ്റൂല. അത് ഞാൻ ഭയങ്കര കിടിലമാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് കിടന്ന് അലറി വിളിക്കുകയാണ്. മറ്റേ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന് വേദലക്ഷ്മിയിലൂടെ തന്നെയാണ് കിച്ചണിൻ്റെ എന്തോ പ്രശ്നത്തിന് കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. അത് മര്യാദയ്ക്ക് സംസാരിച്ചാൽ അതവിടെ തീരും. അത് പറ്റത്തില്ല. ഇതിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കി നാലാൾ അറിയണം ഞാൻ ഭയങ്കര അഗ്രസീവാണ്, ഞാൻ ഭയങ്കര കിടിലമാണ് എന്ന് കാണിക്കണം. ഈ ജിഷിനെക്കാളും മുമ്പേ ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്ത പലരും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴൊന്നും വാ തുറക്കണം ഞാൻ കാണുന്നത് പോലുമില്ല. അതിലൊരാളാണ് അബി. അബി പക്ഷെ പറയുന്ന പോയിന്റ് കൃത്യമാണ്. പക്ഷെ വന്ന സമയത്ത് ഭയങ്കര അഗ്രഷനായിരുന്നു. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണെന്ന് കാണിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം അവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും ജിഷിൻ. ജിഷിൻ പറയുന്ന പല കാര്യങ്ങളും വ്യക്തതയില്ല. ഒന്നാമത്തെ കാര്യം, അതായത് അനീഷിൻ്റെ കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഡിവോഴ്സ്ഡ് അല്ലേ, നിന്റെ ഭാര്യ ഈ സ്വഭാവം കാരണമാണ് നിന്നെ കളഞ്ഞിട്ട് പോയത്. അപ്പം വേദലക്ഷ്മി മറ്റേ അണ്ണാക്കിൽ കൊടുക്കുമെന്ന് പറയില്ലേ, താനും ഡിവോഴ്സ്ഡ് അല്ലേ എന്നൊരൊറ്റ ചോദ്യത്തിൽ ജിഷിൻ അങ്ങ് തീർന്നു. അപ്പം പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മെഴുകലായി. അതായത് അവനെ കളഞ്ഞിട്ട് പോയത് അവൻ്റെ കയ്യിരിപ്പ് കാരണമാണ്. അപ്പം ഇയാളെ കളഞ്ഞിട്ട് പോയത് എല്ലാവരും അത് തന്നെയാണ് ചോദിക്കണം. പിന്നെ എന്തോ അവൻ ചോദിച്ചു വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിന്ന്. എന്തൊക്കെ പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. അക്ബറൊക്കെ എണീറ്റ് ഇന്ന് നല്ലവണ്ണം കൊടുക്കണമുണ്ട്. അക്ബറിനോട് ചെറിയൊരു ബഹുമാനം അപ്പോഴാണ് തോന്നിയത്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ സംസാരിച്ചല്ലോ, സ്വന്തം ഗ്രൂപ്പിന് വേണ്ടി അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി സംസാരിച്ചല്ലോ എന്ന് തോന്നിപ്പോയി. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അക്ബറും ഈ ഷാനവാസും തമ്മിൽ അടിയായി. എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക്, തന്തയ്ക്ക് വിളിയായി, ബഹളമായി. പക്ഷേ അറ്റ് ലാസ്റ്റ് അവരിരുന്ന് സംസാരിച്ചു കേട്ടോ. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇരുന്ന് സംസാരിച്ചു, അവരെ പ്രശ്നം ക്ലിയർ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും, അതായത് ബിഗ് ബോസിന്റെ അകത്ത് മാത്രമല്ല, മൊത്തത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കുക. അവരും അതുപോലെ തിരിച്ചാൽ മറുപടി തരിക. അതവിടെ പ്രശ്നം അവിടെ തീരും. ഇതും വേറെ ആൾ പറയുന്നത് കേട്ട് ഒരാളെ ജഡ്ജ് ചെയ്ത് വെറുതെ എന്തിനാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ അകത്തായാലും പുറത്തായാലും. ഞാൻ ബിഗ് ബോസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മൊത്തത്തിലാണ്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം മറ്റൊരാൾ ഊഹിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു പരിധി വരെയൊക്കെ പറ്റുമായിരിക്കും, എങ്കിലും ഒരു ലിമിറ്റുണ്ട് എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് എന്തുവാ, തോന്നുന്ന കാര്യം, അതായത് വേറെ ഒരാളടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം അവരുടെ അടുത്ത് തന്നെ സംസാരിക്കുക. അത് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നിൻ്റെ അടുത്ത്, നീ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ടൈം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. രണ്ടുപേർക്കും മനസ്സിലാവും എന്താണ് പ്രശ്നമെന്ന്. ഇത് ഇതും ഇവിടെ ബിഗ് ബോസിന്റെ അകത്ത് മാത്രമല്ല, പല സ്ഥലത്തും കാണുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല, ഇങ്ങനെ കൊണ്ട് നടക്കും പ്രശ്നങ്ങൾ അത്ര. എന്നിട്ട് അവസാനമാകുമ്പോൾ ഇതൊരു പൊട്ടിത്തെറിയാവും. അത് ശരിക്കും പറഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്ത് വളരെ നന്നായി. അത് നല്ലൊരു മെസ്സേജ് തന്നെയാണ്. പലരും പറയുന്നുണ്ട് ഈ സമൂഹത്തെ പ്രതിനിധീകരിച്ചാണ് പലരും വന്ന് അതിൻ്റെ അകത്ത് നിൽക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവർക്ക് എന്ത് മെസ്സേജാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന്, പുറത്തുള്ളവർക്ക്. ബിഗ് ബോസ് പല രീതിയിലുള്ള ഇൻഫർമേഷനും പുറത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. ഇത്ര നാൾ കണ്ടിട്ട് ആ ഒരു സീന് വല്ലാത്തൊരു, എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, എന്നെ ക്യാച്ച് ചെയ്തിരുത്തി. കാരണം അവർ സംസാരിച്ചു, അവർ അടിയായെന്ന് പറഞ്ഞാൽ നല്ല അടിയായി. അതായത് തന്തയ്ക്ക് വിളി, ബഹളങ്ങളെല്ലാം ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ചു, അവരുടെ പ്രശ്നം അവർ തീർത്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു കണ്ടന്റ് ആയിരുന്നു പുറത്തു വിട്ടത്. ഇത്രയും നാളും അടിയും, അത് അറിയാലോ, ബിഗ് ബോസ് കാണുന്നതേ, പലരും കാണുന്നത് അടി കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയിൽ നല്ലൊരു കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിലാണ് ഞാൻ കണ്ടത്. സോ പിന്നെ വേറെ എന്താണ്, പിന്നെ റന ഫാത്തിമ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മസ്താനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നുണ്ട് നല്ലപോലെ. കാരണം ഇത്രയും നാൾ ഗ്രൂപ്പ് കളിച്ച് അതിൻ്റെ അകത്ത് കംഫർട്ട് സോണിലിരുന്നു, ആരും അങ്ങോട്ട് ചൊറിയാനില്ലായിരുന്നു. മിസൈലിൻ്റെ ആയാലും അക്ബറിൻ്റെ ആയാലും അപ്പാനിയുടെ ആയാലും ഒരു കീ കൊടുത്തിരുന്ന പാവയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് 5 പേര് വന്നിട്ട് ഒരേ രീതിയിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളിൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി, കരച്ചിലായി, പിഴിച്ചിലായി. ഇന്നലെ തന്നെ ഒരുപാട് മസ്താനിയിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നത് ഞാൻ കണ്ടു. എനിക്കും പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ റന ഫാത്തിമ.
ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് അത് ഗെയിം പ്ലാനൊന്നും പറയാൻ പറ്റില്ല. ഗെയിമേ അല്ല അത്. ചുമ്മാ പോയി ചൊറിയുക, അവരെ കയ്യിൽ ഇരിക്കുന്ന വാങ്ങിക്കുക, പോവുക. അതും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും അല്ല പറയുന്നത്. എന്തൊക്കെയോ എവിടേക്കോ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ വന്ന് നിന്ന് പറയുവാണ്. ആരെങ്കിലും പറയുന്ന കേട്ടാൽ അങ്ങോട്ട് തുടങ്ങും. എനിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വിമർശിക്കുന്ന കേട്ടാൽ അവരെ കൂടെ അങ്ങനെ തന്നെ കയറിയിട്ട് അതിങ്ങനെ കത്തിക്കാൻ നോക്കും. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ രേണുസുധീൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരനക്കവും ഇല്ല. ആള് ക്യാമറയിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇന്നലത്തെ എപ്പിസോഡിലും വലുതായിട്ട് കാണിച്ചത് ഞാൻ കണ്ടില്ല. പിന്നെ ഓൾവേസ് അനീഷ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ്. അനീഷിൻ്റെ ഫാനും അനീഷ് കപ്പടിക്കണമെന്നോ ഒന്നും എനിക്കില്ല. പക്ഷേ പുള്ളിക്കാരൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നും ഒരു സീറ്റിൽ വന്നിരിക്കും. പുള്ളിക്കാരന് സീറ്റ് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ബിഗ് ബോസ് എന്നെ ഊക്കി വിട്ടു. അത് അത് മനഃപൂർവ്വമാണ്. എന്തോ ആരാണ് മറ്റേ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ, നൂറയും മറ്റേളും രണ്ട് സൈഡിൽ കയറിയിരുന്നു. ബിഗ് ബോസ് എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് എന്നെ അനൗൺസ് ചെയ്തു. ഇങ്ങനെ അവിടെ പ്രത്യേക സീറ്റൊന്നുമില്ല, വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിയടേ എന്ന് പറഞ്ഞ് ഊക്കി വിടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അക്ബറും ഷാനവാസും അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പാവം ബിഗ് ബോസ്, ഇത് ചുമ്മാ ഇരിയടേ, ഞാൻ ഒന്ന് പറയട്ടെ, എനിക്കൊരു 30 സെക്കൻഡ് ഇതാ. ഈ അവസ്ഥയായിരുന്നു ബിഗ് ബോസിന്. അയ്യോ, എന്തായാലും നല്ല എപ്പിസോഡ് തന്നെയായിരുന്നു. പിന്നെ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തോ? ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രിയിലുള്ളവരാണോ കപ്പടിക്കാൻ പോകുന്നത്, അതോ അവിടെ നിന്നവരാണോ കപ്പടിക്കാൻ പോകുന്നവർ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, മീൻസ് അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ, ഗ്രൂപ്പെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രീസ് ആണോ അതോ അവിടെ നിൽക്കുന്നവരാണോ അതിലുള്ള ആരെങ്കിലും ആണോ കപ്പെടുക്കാൻ പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർ അവിടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആർക്കാണ് കൂടുതൽ കപ്പ് കിട്ടാൻ ചാൻസ് എന്ന്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാരും അനു എന്ന പേരാണ് കമൻറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അനുവിന് ഇത്രയും ഫാൻ ബേസ് പുറത്തുണ്ടെന്ന്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയും വരുന്നവരെ